ഹലോ, അസ്സലാമു അലൈക്കും. ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അയലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിൽ പൊടികളൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ചേർക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പൊടികളായിട്ടല്ല ഞാൻ ചേർത്തിട്ടുള്ളത്, അല്ലാതെ നമ്മൾ ഒന്നിച്ച് അരച്ചെടുത്തിട്ടുള്ള ഒരു മസാല വെച്ചിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അയല എന്നല്ല, ഏത് മീനാണെങ്കിലും പറ്റും. അപ്പോൾ ഞാൻ അയല വെച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നല്ല കട്ടി ചാറോട് കൂടിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, പൊറോട്ടയിലോ ദോശയോ പുട്ടോ എന്താണെങ്കിലും അതിൻ്റെ കൂടെ ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അയലമീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതാ ഒരു 3-4 അയല എടുത്തിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം വേണ്ടിയിട്ടുള്ളത് അരപ്പ് റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ചിട്ടാണ് തേങ്ങയുടെ അളവൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 6-7 ചുമന്നുള്ളിയും അതുപോലെ തന്നെ ഒരു 5 വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതാ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ കുരുമുളക് ചേർക്കുക. അപ്പോൾ ഇതെല്ലാം പൊടികളായിട്ട് ചേർക്കണ്ട, ഇതുപോലെ തന്നെ മുഴുവനായിട്ടുള്ളത് ചേർക്കുക കേട്ടോ. മാക്സിമം ഇങ്ങനെ തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ കുരുമുളകിൻ്റെ പൊടി ചേർക്കണ്ട, മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർക്കുക. 3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലി കഴുകാത്തതാണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കഴുകി നന്നായിട്ട് ഉണക്കി ഒക്കെ വെച്ചിട്ട് വറുത്തൊക്കെ വെച്ചിട്ടുള്ള ഒരു മല്ലിയാണ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ളത് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് വേണം. അപ്പോൾ എരിവിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മുളക്, കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർക്കണേ. അപ്പോൾ ഈ ഒരു വറ്റൽമുളക് ഞാൻ കഴുകിയിട്ട് നമ്മുടെ അടുപ്പിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. കഴുകിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാത്ത മുളകാണെങ്കിൽ അതൊന്ന് കഴുകണം കേട്ടോ. കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഒപ്പിയെടുക്കണേ, എന്നിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. അപ്പോൾ തേങ്ങ, കറിവേപ്പില, വലിയ ജീരകം, ചുമന്നുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എന്തിലാണോ വറക്കേണ്ടത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ ആകെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഇതുപോലെ മുളകും അതുപോലെ തന്നെ മുഴുവനായിട്ടുള്ള മല്ലിയും ഒന്നുമല്ല കയ്യിലുള്ളത്, പൊടികളാണ് നിങ്ങൾ ചേർക്കുന്നത് വെച്ചെങ്കിൽ ലാസ്റ്റ് നമ്മൾ തേങ്ങ ഒക്കെ വറുത്ത് വന്ന ശേഷം ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി നമുക്ക് കുഴപ്പമില്ല, അത് ഒപ്പം തന്നെ ചേർത്താലും കുഴപ്പമില്ല. ബാക്കിയുള്ള പൊടികൾ ചേർക്കണ്ട. അപ്പോൾ ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അടുപ്പത്താണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലെയിമൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഈ ഒരു തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു മല്ലിയും മുളകും എല്ലാം അതിൽ കിടന്ന് നമുക്ക് വറവായിട്ട് കിട്ടണം കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറിയിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിൽ വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറിക്ക് ഞാനിതാ ഈ ഒരു മൺചട്ടിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞു സവാളയുടെ പകുതി ഭാഗം മാത്രം എടുത്താൽ മതി. വലുതാണെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ മതിയാകും കേട്ടോ. 2 തക്കാളിയും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ എരിവിന് വേണ്ടിയിട്ട് ചേർത്തതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിയിൽ കറിവേപ്പില കുറച്ച് അധികമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു കറിവേപ്പിൻ്റെ തൈയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു 1/4 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ഉലുവയാണ്, പൊടിയല്ല, ചേർത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ചൂടാറിയപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരയ്ക്കാനുള്ള ജാറിൽ തന്നെ ഇട്ട് കൊടുക്കുക.
ആദ്യം തന്നെ ചെറുതിൽ തന്നെ ഇട്ട് പൊടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ആ ഒരു മല്ലിയൊക്കെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം ആദ്യം തന്നെ കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ആ തേങ്ങ അരക്കരുത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ മല്ലിയും മുളകും കുരുമുളകാണെങ്കിലും എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ രീതിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ആ മല്ലിയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ കറി കൂട്ടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചതഞ്ഞ പോലെയൊക്കെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു കറി വെക്കുന്നത് വാളൻപുളി പിഴിഞ്ഞിട്ടാണ്, അപ്പോൾ കുടംപുളി ഇട്ടിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് വാളൻപുളി മുന്നേ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പുളി പിഴിഞ്ഞത് വെച്ചിട്ട് ഞാൻ ഈ തേങ്ങ അരക്കുന്നതും കറി കൂട്ടുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾ കുടംപുളി ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി, വെള്ളം ഒഴിച്ചിട്ട് അരക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു തേങ്ങയുടെ കൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് പൊടിച്ചല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ, അത് വിട്ടു പോകരുത്. അപ്പോൾ നമുക്ക് ഇത്രയും പേസ്റ്റ് പോലെ കിട്ടൂല. അപ്പോൾ നമുക്ക് ആ ഒരു മല്ലി ചേർത്തതിൻ്റെ പേരില്ല, മല്ലി നമുക്ക് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറി ഒട്ടും നന്നാവില്ല കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ നമ്മുടെ പുളിവെള്ളം ബാക്കിയുണ്ട്, അത് കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ മുഴുവനും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, നമുക്ക് ഈ ഒരു ടിപ്പും കൂടി ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ഒരു കറി നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ആ ഒരു പച്ചമുളക് തക്കാളിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ വെള്ളം പാകാക്കുന്നതിന് മുന്നേ തന്നെ അത് തിരുമ്മി കൊടുത്താൽ മതി. പിന്നെ ഞാൻ ബാക്കിയുള്ള പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വാളംപുളി വെച്ചിട്ടായതുകൊണ്ട് ആ ഒരു പുളിങ്ങയുടെ വെള്ളം തന്നെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കറി കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം കേട്ടോ. അപ്പോൾ അത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് മീനിട്ട് കൊടുക്കുന്നത്. പിന്നെ അയലമീനാണ്, നമുക്കൊന്ന് നല്ലോണം ഒന്ന് വേകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം തിളച്ച സമയത്ത് തന്നെ മീനിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കറി വല്ലാണ്ട് വറ്റി പോവുള്ളൂ. മീനിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മീൻ വെന്ത ശേഷം നമുക്കിങ്ങനെ ഇളക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മീൻ ചേർത്ത സമയത്ത് തന്നെ ഒക്കെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ആ മീനിൽ ഉപ്പ് പിടിക്കണം. അപ്പോൾ നമ്മുടെ കറി കണ്ടല്ലോ, നന്നായിട്ട് ആ ഒരു മീനൊക്കെ വെന്ത് നമ്മൾ ആ ഒരു തേങ്ങയിലൊക്കെ വെളിച്ചെണ്ണ കുഴിച്ച് അരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ആ ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കറിയുടെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. കറി നല്ല കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറുന്നിടത്തോളം ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ കറി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തു. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂപ്പിച്ച് കിട്ടണം. നല്ല മൊരിപ്പിച്ചെടുത്തിട്ട് കറിയിൽ ഒഴിക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു സ്വാദം ഉണ്ടാവുക കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം മൂപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇപ്പോൾ തന്നെ ഒന്ന് വിളമ്പണ്ട, കുറച്ച് സമയം അങ്ങനെ ഇരിക്കുമ്പോൾ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ കറി വിളമ്പി. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മീൻ കിട്ടുന്ന സമയത്ത് വറുത്തരച്ച് വെച്ച കറിയൊക്കെ എല്ലാവർക്കും ഒത്തിരിയായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും പുട്ടായാലും ദോശയാണെങ്കിലും ഈ ഒരു കറി അടിപൊളി തന്നെയാണ്. അപ്പോൾ ഒരു തവണ ഉണ്ടാക്കി നോക്കി വെക്കും നിങ്ങൾ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരാം. പുതുതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു